ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, ഒരു പുതുമയുള്ള ഐറ്റം. മറ്റൊന്നുമല്ല, നല്ല നാടൻ ഏത്തപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഏത്തപ്പഴം വെച്ച് നല്ല മഫിൻസ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ മഫിൻസും കപ്പ് കേക്കും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസം ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. കപ്പ് കേക്കിൻ്റെ ബാറ്റർ വളരെ ലൂസാണ്. അത് നമ്മുടെ എഗ് ബീറ്റർ വെച്ചൊക്കെ അടിച്ച് പതപ്പിച്ച് കുറേ പ്രോസസ്സ് ഉണ്ട്. പക്ഷേ മഫിൻസ് അങ്ങനെയല്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഏത്തപ്പഴവും അതിൻ്റെ ബാറ്ററൊക്കെ വളരെ കുറച്ചും കൂടി തിക്കായിരിക്കും എന്നിട്ടുണ്ടാക്കുന്നതാണ് മഫിൻസ്. അപ്പം നമ്മൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് കാണാം. 2 നല്ല പാകത്തിൽ പഴുത്ത ഏത്തപ്പഴം, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, 1/2 കപ്പ് പുളിക്കാത്ത തൈര് അല്ലെങ്കിൽ യോഗട്ട്. ഇനി കുറച്ച് സ്പൈസസ് നമുക്ക് ആവശ്യമുണ്ട്. ഏലക്കപ്പൊടി, കറുവാപ്പട്ടപ്പൊടി 1/4 ടീസ്പൂൺ, ഓൾ സ്പൈസസ് അല്ലെങ്കിൽ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഒരു നുള്ളു മതി. പിന്നെ ജാതിക്കാപ്പൊടി, അതും 1/4 ടീസ്പൂൺ. ഈ പഞ്ചസാര ഓപ്ഷനിലാണ്. ഓൾറെഡി പഴം ഉണ്ടായി കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, കുട്ടികൾ കഴിക്കില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം പഞ്ചസാര ഇട്ടാൽ മതി. പഞ്ചസാര ഇട്ടില്ലെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറി, പിന്നെ 2 മുട്ട, പിന്നെ ഞാൻ ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് 1 കപ്പ്. പഴം എങ്ങനെയാണ് സ്റ്റീമിൽ വേവിക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ പാത്രത്തിൽ, ഈ സ്ട്രെയിനർ പോലെ പാത്രത്തിൽ അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് 2 പഴം പുഴുങ്ങിയെടുക്കുക. ഇത്രയുള്ളൂ. ഒരു 15 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ റെഡിയാവും. പഴം ഞാൻ നല്ല അസലായിട്ട് പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പഴത്തിലത്തെ ഈ പീസസിൽ നിന്ന് നമുക്ക് ചെറിയ പീസസ് ആക്കാനുണ്ട്. നമുക്ക് ലാസ്റ്റ് അത് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് ഒരു 6-7 പീസസ് എടുത്ത് വെച്ചാൽ മതി. കുറിച്ചെടുത്ത് നമുക്കിവിടെ എടുത്ത് വയ്ക്കാം. ബാക്കിയുള്ള പഴങ്ങൾ ഇങ്ങനെ ഒരു ഫോർക്കും വെച്ച് നമുക്ക് മാഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്കറിയാം ഇങ്ങനെ മാഷ് ചെയ്യാനായിട്ട്. പഴം നല്ല അസലായിട്ട് ദേ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ലംസ് ഉണ്ടായിക്കോട്ടെ, അത് നമുക്ക് ഇടയ്ക്ക് പഴത്തിൻ്റെ പീസസ് കടിക്കാൻ കിട്ടും, നല്ലതാണ്. നമ്മുടെ ഗോതമ്പ് പൊടി അരിച്ചെടുക്കാം. ഞാൻ ഈ അരിക്കണ സീവറിലേക്ക് ഇടുവാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്താം. നമുക്കൊരു 3 പ്രാവശ്യം പൊടിച്ചെടുക്കാം. ഇവിടെ പൊടിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ നമുക്കിടാം. കുറച്ച് ജാതിക്കയുടെ പൊടി, പിന്നെ ഉപ്പ്, ബേക്കിംഗ് പൗഡർ. ഇനി നമ്മളിത് സീവ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ മുട്ട ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് ജസ്റ്റ് എഗ് ബീറ്റർ വെച്ചൊന്നങ്ങ് അടിച്ചെടുക്കാം. നമ്മൾ ഹാൻഡ് മിക്സർ ഉപയോഗിക്കുന്നില്ല. അത്തേക്ക് നമുക്ക്, ഞാൻ ബ്രൗൺ ഷുഗർ ഇടുകയാണ്. ഇത് ഓപ്ഷനിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മളെടുത്ത് വെച്ചിരുന്ന ഓയിൽ ഒഴിക്കും. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ കപ്പ് കേക്കോ സാധാരണ കേക്കോ ഉണ്ടാക്കണ പോലെ ഇതിന് ബട്ടറിൻ്റെ ആവശ്യമില്ല. തൈര് ഒഴിക്കാം. അത് പുളിക്കാത്ത തൈര്, യോഗട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ യോഗട്ട് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത ശേഷം മാഷ് ചെയ്ത് വെച്ചിരുന്ന ഈ ഏത്തപ്പഴം ഫുള്ള് ചേർത്താം. അങ്ങനെ ഇതിങ്ങനെ മിക്സായി വന്നിട്ടുണ്ട് നന്നായിട്ട്. ചെറിയ ക്രംബിൾസ് ഇതിനകത്ത് ഉണ്ടാവും പഴത്തിൻ്റെ, അത് സാരമില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്താണ്. നമുക്കിത് 3 പോർഷൻസ് ആയിട്ട് ചേർത്താം. കേക്കിൻ്റെ പോലെ ബാറ്റർ ലൂസായിട്ട് ഇരിക്കില്ല, കുറച്ച് കട്ടിയായിരിക്കും, സാരമില്ല. പിന്നെ ഭയങ്കര കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്താൽ മതി. റൂം ടെമ്പറേച്ചറുള്ള പാല് ആഡ് ചെയ്യാം, ഭയങ്കര കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ 3ാമത്തെ സെറ്റ് പൊടിയും കൂടി ഇടാൻ പോകട്ടെ. ചെറുതായിട്ട് കൺസിസ്റ്റൻസി ഇത്തിരി ഹാർഡാവുന്നുണ്ട്, സാരില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പാൽ ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം.
1 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ പാൽ ഒഴിക്കാം, ശകലം ഒന്ന് ലൂസായി കിട്ടാനായിട്ട്. നമ്മൾ 2 ടേബിൾ സ്പൂൺ പാലാണ് ആഡ് ചെയ്തത്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ കുക്കിംഗ് റേഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം 190 ഡിഗ്രിയിൽ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്തൊഴിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളത്തിലിട്ട് ഐസ്ക്രീം സ്കൂപ്പ് കൊണ്ടു വയ്ക്കുക, എന്നിട്ട് കുറച്ചെടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇടുക. ഫുള്ള് നിറയ്ക്കരുത്, ഒരു അര ഭാഗമൊക്കെ നിറഞ്ഞാൽ മതി. മഫിൻസ് നമ്മൾ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ വർക്ക് പോലെ ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച ഏത്തപ്പഴം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാം. വെച്ചിട്ട് നമുക്കിനി ഇത് ഓവനിൽ വെക്കാം. ഇനി അവനില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ ഗ്യാസിൽ വെക്കുന്നുണ്ട്. ഇത് 20 മുതൽ 25 മിനിറ്റ് വരെ വേവും. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വന്ന് നോക്കാം. ഇനി അവനില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ദേ ഇങ്ങനെ ഒരു പാത്രം നല്ല ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പഴയ പാത്രമാണ്. അതിനകത്തേക്ക് ഇങ്ങനെ ഒരു റിങ് ഇറക്കി വെക്കുക, നല്ല ചൂടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെക്കുക. എന്നിട്ട് ഒരു മീഡിയം ഹീറ്റിലാണ് വെച്ചേക്കുന്നത്. അധികം ചൂടുമല്ല, എന്നാൽ ഏറ്റവും ചെറിയ ചൂടുമല്ല, മീഡിയത്തിൽ വെച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് വേവിക്കാം. ഇത് ഞാൻ കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് റെഡി ആയിരുന്നു. ഇത് നല്ല കുറച്ച് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഏകദേശം 23 മിനിറ്റ് എടുത്തത് വേവാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് തുറക്കാം. നല്ല പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അടപ്പത്ത് വെച്ചത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. നമ്മുടെ മഫിൻസ് വെന്ത് നല്ല റെഡിയായിട്ട് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണേ. ടേസ്റ്റ് ചെയ്യാൻ ആളെ വിളിക്കാൻ പോകാട്ടോ. ഞാൻ അതിന് മുന്നായിട്ട് ചായയൊക്കെ ഒന്ന് ഒഴിച്ചു വെക്കട്ടെ. പണ്ട് ആളുകള് കട്ടൻ ചായക്ക് പരിപ്പോടെ കഴിക്കാം. പക്ഷെ ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് കട്ടൻ ചായയും മഫിൻസും. വളരെ സിമ്പിൾ ഉണ്ടാക്കാൻ. ഇച്ചിരി പഴം, ഇച്ചിരി ഗോതമ്പൊടി, ഇച്ചിരി കറുവാപ്പട്ട പൊടി, ഇച്ചിരി ഏലക്കപ്പൊടി, പിന്നെ എല്ലാം ഇച്ചിരിച്ച മതി. പക്ഷെ ഇത് ഉണ്ടായി കഴിയുമ്പോഴല്ല സൂപ്പറാ. ഇനി കഴിച്ചു നോക്കിട്ട് പറയാം കൂടുതൽ സൂപ്പറാണെന്ന് പറയാം. പിന്നെ ഗോതമ്പെല്ലാം ഉപയോഗിച്ചേക്കണ ആരോഗ്യത്തിന് നല്ലതാ. മൈദയല്ല, ഇച്ചിരി ഗോതമ്പ് കഴിച്ചോക്കെ. ഇങ്ങനെയായിരിക്കും ഈ സാധനം. നല്ലതാ, കിളുകൾ വന്നിരിക്കുന്നു. സൂപ്പറായിരിക്കും. വെരി ഗുഡ്. അപ്പൊ ഹെൽത്തിയാണ് ശരിക്കും പറഞ്ഞാൽ. ഏത്തപ്പഴം ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാൻ മനസ്സിലായില്ലേ. നാട്ടിൽ വളരെ കുറച്ച് വിലയ്ക്ക് നമുക്ക് കിട്ടുന്നൊരു സാധനം. ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്തിന് ഭയങ്കര വിലയാട്ടോ. അപ്പോൾ ഏത്തപ്പഴം വാങ്ങിക്കുക, ഗോതമ്പ് പൊടിയൊക്കെ കൂട്ടി ശകലം പുളിക്കാത്ത തൈരൊക്കെ ഇട്ട് നിങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഓടി വരാം. ടിൽ ദെൻ ബൈ.